ഹായ് സുഹൃത്തുക്കളെ, ഞങ്ങൾക്ക് ഇന്ന് പുഴയിൽ നിന്ന് കിട്ടിയ 3.5 കിലോ ചേർമീനാണ്. ഇത് പല സ്ഥലത്തും ഇതിന് പല പേരാണ് പറയുന്നത്. 3 ഷെയറാക്കി എടുക്കുകയാണ്. എനിക്ക് കിട്ടിയ മീൻ കൊണ്ട് മുളകും പുളിയും എങ്ങനെയാണ് വെക്കുന്നത് കാണിക്കാം. അങ്ങനെ ഞങ്ങളുടെ മീൻ മുറിക്കലെല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഇനി 3 പാത്രത്തിലേക്ക് ഇത് ഷെയറായിട്ട് ജോയിച്ചേട്ടൻ ഓരോ കഷ്ണങ്ങളും എല്ലാവർക്കും തുല്യ രീതിയിൽ പങ്കുവെക്കുകയാണ്. അതിനുശേഷമാണ് എൻ്റെ ഓഹരി കൊണ്ടുപോയിട്ട് പുളിയും മുളകും ഇട്ട കറി ഉണ്ടാക്കാൻ പോവുകയാണ്. എന്നാൽ നമുക്കൊന്ന് മീനൊന്ന് ഫ്രഷായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇനി ചെറുതായിട്ട് ഞാൻ കുടിക്കാം. എന്നാൽ ഉപ്പും പുളിയും ഒക്കെ പിടിക്കും ചെറുതായി. കറുത്തതെല്ലാം കളയാം. ചട്ടി ഒന്ന് എടുക്കണം. ചൂടാം. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിൽ 1/4 സ്പൂൺ കടുക് കൊടുക്കാം. ഉലുവ 1/4 സ്പൂൺ. പച്ചമുളക് തക്കാളി ഒരു 3 തക്കാളി കേട്ടോ, രണ്ടായിട്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, ഒരു 3 തണ്ട് കറിവേപ്പില, നന്നായി ഇളക്കി നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി 2 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. കാശ്മീരി ചില്ലിയാണ്, 2 സ്പൂൺ ഇടാം. ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 3/4 സ്പൂണ് മല്ലിപ്പൊടി, ഒരു 3/4 സ്പൂണ് ഉപ്പ്. തുടങ്ങി നോക്കിയിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു 4 കുടംപുളി അതിന് വെള്ളം ഇറക്കി ഒഴിക്കണം. കഴുകി വെള്ളത്തിലിട്ട കുടംപുളിയാണ്. നല്ലോണം ഇളക്കി. ഇനി ഒരു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ലോണം ഇളക്കി തിളച്ചു കൊടുക്കാം. നല്ല രീതിയിൽ തിളക്കട്ടെ. ഇനി നല്ല രീതിയിൽ തിളക്കട്ടെ. ഒന്ന് അടച്ചു വെക്കാം.
ഇനി ഒന്ന് തുറന്നു നോക്കാം. നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മീൻ അങ്ങ് ഇട്ട് കൊടുക്കാം. ഓരോ മീൻ ഒന്നുന്ന രീതിയിൽ ഇട്ടു. മീൻ കിടക്കും, എന്നാലേ പുളി ഒരു പിടിക്കുള്ളൂ. ഇനി ഒന്ന് അടച്ചു വെക്കണം, നല്ലോണം വേകട്ടെ. ഈ ചട്ടി ഒന്ന് ചുറ്റിച്ചു വെക്കണം. ഈ സ്പൂൺ കൊണ്ടോ ഉള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റും. ഈ രീതിയിൽ ചെയ്യാൻ പറ്റും. സ്പൂണിട്ട് നമ്മൾ ഇളക്കി കഴിഞ്ഞാൽ ഒടിഞ്ഞു പോകും. ഈ രീതിയിൽ ഒന്ന് ചുറ്റിച്ചു വെക്കണം. വീണ്ടും ഒന്ന് അടച്ചു. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമുക്ക് വെള്ളം പറ്റിയിട്ടുണ്ട്. ഇനി ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇടാം. ഇത് കറിവേപ്പില, കുറച്ച് പച്ച വെളിച്ചെണ്ണ, ഇതൊന്ന് ചുറ്റിച്ചോ. നമ്മുടെ മീൻ മുളകും പൊടിയും ഇട്ടത് ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മുടെ പുളിയും മുളകിട്ട മീൻകറി ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കപ്പയിലേക്ക് കോരിയിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പോകണം കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുവാൻ വേണ്ടി തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തണം. കൂടെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണം. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.